ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട, സ്കിപ്പ് ചെയ്തോളൂ. അപ്പം ഞാൻ എന്താ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു തലവേദന വന്നു. തലവേദന, ഛർദി, ആകെ സീനായി. അപ്പം എനിക്ക് ഓൾറെഡി മൈഗ്രെയിൻ ഉണ്ട്. അപ്പോൾ അതേപ്പറ്റി സംസാരിക്കാനാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ മൈഗ്രെയിൻ ജേണി എന്താ, ഒരു ജേണിയാണ്. കാരണം കുറേ ഉണ്ട് പറയാനായിട്ട്. കാരണം ഞാനൊരു 6-7 ഇയേഴ്സ് ആയിട്ട് മൈഗ്രെയിൻ കൊണ്ട് ആകെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരാളാണ്. എനിക്ക് മൊത്തത്തിൽ ഫുള്ളി ഡൗൺ ആയിട്ടുള്ള, അതായത് മൈഗ്രെയിൻ വന്നിട്ട് ഫുൾ ഞാൻ ഡൗൺ ആയിട്ട് പോയിട്ടുള്ളൊരു ഇതിൽ കൂടെ വന്ന കാരണം കൊണ്ട് എനിക്കത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം നിങ്ങളിൽ പലരും മൈഗ്രെയിൻ വന്നിട്ട് ഭയങ്കര സീനായിട്ടിരിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ മെഡിസിൻ എടുത്തിട്ട് മാറാത്തവരുണ്ട്. ഞാൻ മെഡിസിൻ എടുത്തിട്ട് മാറാത്ത ഒരാളാണ്. എനിക്കിപ്പോൾ ഒരു 6-7 ഇയേഴ്സ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്. ഞാൻ പല ഡോക്ടേഴ്സിനെയും കാണിച്ചു, കൺസൾട്ട് ചെയ്തു. പക്ഷേ എനിക്ക് മരുന്ന് കഴിക്കുമ്പോഴത്തെ ആ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് മൈഗ്രെയിൻ എൻ്റെ ലൈഫിൽ നിന്ന് പോയിട്ടില്ല. എൻ്റെ ലൈഫിലൊരു വില്ലൻ തന്നെ പറയാം മൈഗ്രെയിൻ. അപ്പോൾ ഞാൻ ആദ്യം മുതൽ പറയാം എങ്ങനെയാണ് ഇത് എന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ആ ഒരു ഇത് പറയാം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. അപ്പം ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് മൈഗ്രെയിൻ ഫസ്റ്റ് വരുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മിസ്സ് ഫാത്തിമ മിസ്സ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഫേവറേറ്റ് മിസ്സാണ് ഫാത്തിമ മിസ്സ്. സെക്കൻഡ് ഇയറിൽ അക്കൗണ്ടൻസാണ് ഞങ്ങൾക്ക് എടുത്തിരുന്നത്. അപ്പം അക്കൗണ്ടൻസി ക്ലാസ് ഇങ്ങനെ എടുക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ തലവേദനയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അക്കൗണ്ടൻസി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. വർത്താനം പറഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. പിന്നെ മിസ്സ് വഴക്കം പറയും. അപ്പോൾ ഞങ്ങളിങ്ങനെ നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കട്ടെ. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് തലവേദന എടുക്കാൻ തുടങ്ങി. ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് എനിക്ക് തീരെ പറ്റണില്ല, ഭയങ്കര തലവേദന ഉണ്ട്. അപ്പോൾ അവൾ ഓൾറെഡി അത് മിസ്സിനോട് പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല വേണ്ട, കുഴപ്പമില്ല, നോക്കട്ടെ എന്ന് പറഞ്ഞു. തീരെ പറ്റാണ്ടായപ്പം മിസ്സിനോട് പറഞ്ഞു, മിസ് എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്, തീരെ പറ്റണ്ട. അപ്പം മിസ് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എന്നാൽ ബെഞ്ചിൽ തല വെച്ച് കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ബെഞ്ചിൽ തല വെച്ച് കിടന്നു. പക്ഷെ എന്നിട്ടും എനിക്കൊരു തലവേദന, എനിക്കറിയില്ല കേട്ടോ മൈഗ്രെയിൻ ആണ് ഇത് സംഭവം എന്താണെന്ന് അറിയില്ല. ആദ്യമായിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു തലവേദന, അതായത് എൻ്റെ തലേൻ്റെ ഭാഗം, അതായത് ഈ ഒരു ഭാഗം തലേൻ്റെ ഈ ഒരു ഭാഗവും കണ്ണുമാണ് എനിക്ക് ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നത്. എൻ്റെ കണ്ണിൽ ഇപ്പോൾ ആ ക്ഷീണം കാണുന്നുണ്ട്. എനിക്ക് ഇന്നലത്തെ ഒരു ഇത് മാറിയിട്ടില്ല. ഇപ്പോഴും നല്ല ക്ഷീണമുണ്ട്. ബോഡി ഇന്നലെ ഫുഡൊന്നും വരെ കഴിക്കാൻ പറ്റില്ല, അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് കേട്ടോ. കണ്ണൊക്കെ ഇരിക്കണുണ്ടല്ലേ. അപ്പം ഞാൻ മിസ്സിനോട്, അപ്പം മിസ്സ് കിടക്കാൻ പറഞ്ഞു. അങ്ങനെ കിടന്നു. അപ്പോൾ ഫ്രണ്ട് പറഞ്ഞിട്ട് എന്നാൽ ഒട്ടും പറ്റില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ പോകണമെങ്കിൽ പോവാന്ന് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ മിസ്സ് വന്നിട്ട് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് വീട്ടിൽ പോകണമെന്ന് ചോദിച്ചിട്ട് നമ്മൾ ഇല്ല, കുഴപ്പമില്ല. പിന്നെ എനിക്ക് ഒട്ടും പറ്റണ്ടായി. മിസ്സ് ക്ലാസ് കഴിഞ്ഞ് പോയപ്പം ഭയങ്കര ബഹളമായി ക്ലാസ്സിൽ, ആകെ പ്രശ്നമായി. അപ്പോൾ അടുത്ത മിസ്സ് ക്ലാസ്സിലേക്ക് വന്നു, നെക്സ്റ്റ് പീരീഡായപ്പോൾ. അപ്പോൾ ആ മിസ്സിന് ചോദിച്ചാൽ എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഒട്ടും പറ്റില്ല. അപ്പം മിസ്സ് പറഞ്ഞാൽ അവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ വയ്യായൊക്കെ വരുമ്പോൾ ഇരിക്കുന്ന റൂമുണ്ട്, അവിടെ പോയി ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടും അവിടെ പോയിരുന്നു. ഞാൻ കരഞ്ഞു കേട്ടോ. കാരണം എനിക്ക് അത്രയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരാളാണ്. എനിക്ക് ഭയങ്കര പെയിനായിപ്പോൾ എനിക്ക് ആകെ എന്തോ പോലെ. വീട്ടിൽ പോകണമെന്ന് വെച്ചാൽ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം വീട്ടിൽ വന്നു. ഞാൻ അവിടെ വിക്സൊക്കെ പറ്റിയിരുന്നു. എൻ്റെ ഫ്രണ്ടും ഉണ്ടായി. അത് കഴിഞ്ഞ് വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞപ്പം അമ്മ വൈകുന്നേരം ആയപ്പോൾ വന്ന് ഡോക്ടറെ അടുത്ത് വന്നിട്ട് ഡോക്ടറെ അടുത്ത് പോയി സാധാരണ നമ്മൾ കാണുന്ന ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ എനിക്കറിയില്ലല്ലോ എന്താ തലവേദനയാണ്. അപ്പോൾ ഡോക്ടർ മെഡിസിനൊക്കെ എഴുതി തന്നു. അന്ന് മെഡിസിനൊക്കെ കഴിച്ചു, കുഴപ്പമില്ല. മെഡിസിൻ കഴിക്കുമ്പോൾ മാറുമല്ലോ തലവേദന. അങ്ങനെ മാറി. പിന്നെ അവിടെ നിന്ന് തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക്. ആ ടൈമിലൊന്നും എനിക്ക് ആഴ്ചയിൽ എനിക്കിപ്പോൾ തലവേദന വരും. പക്ഷെ അന്നൊന്നും അങ്ങനെ ആഴ്ചയിലല്ല, ഇടയ്ക്ക് വരും. അങ്ങനെ പിന്നെ വോമിറ്റിംഗ് ടെൻഡൻസി ഒന്നും അന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ തലവേദന വരുമ്പോൾ എന്ത് ചെയ്യും, ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിക്കും, അത് മാറും. അങ്ങനെയാണ്. ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ മാരേജിൻ്റെ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ഇത് വരാൻ തുടങ്ങി. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഗോൾഡ് എടുക്കാൻ പോകുന്ന ടൈമിൽ, അതായത് എൻ്റെ കല്യാണം എന്ന് പറയുന്നത് കൊറോണ ടൈമിലായിരുന്നു. അപ്പോൾ ഗോൾഡ് എടുക്കാൻ പോകുന്ന ടൈമിൽ എനിക്ക് തലവേദനിച്ചിട്ട് ആകെ വട്ട് പിടിച്ചിരിക്കുകയായിരുന്നു. അന്ന് ഞാൻ എന്ത് ചെയ്തു, അന്ന് ഞാനൊരു ടാബ്ലറ്റ് എടുത്ത് കഴിച്ചു, പാരസിറ്റാമോൾ അല്ലെങ്കിൽ ട്രൈമോൾ എടുത്ത് കഴിക്കും. അങ്ങനെ ട്രൈമോൾ എടുത്ത് കഴിച്ചിട്ട് ഞങ്ങൾ പോയി. അപ്പോഴും എനിക്ക് ആകെ മൊത്തത്തിൽ എന്തോ ഒരു അസ്വസ്ഥതയൊക്കെയാണ്. പിന്നെ ഒരു വിധത്തിൽ പിന്നെ ആ കൊറോണ ടൈം ആയ കാരണം എല്ലാ ഷോപ്പും അങ്ങനെ ഓപ്പൺ ഒന്നുമല്ല. നമ്മൾക്ക് നമ്മുടെ ഇഷ്ടത്തിന് പോകാൻ പറ്റില്ല. നമ്മൾ വിളിച്ചൊക്കെ ചോദിച്ചിട്ടാണ് പോയതും. അപ്പം ആ ഡേറ്റ് പിന്നെ മാറ്റാൻ പറ്റില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡ് പുറത്തായിരുന്നു. പിന്നെ ആൾ നാട്ടിൽ വന്ന് ആ ഒരു ടൈം പെട്ടെന്ന് ഹറിബറി ആയിരുന്നു ഞങ്ങളുടെ കല്യാണം നടന്നത്. കൊറോണ ടൈമിലായിരുന്നു, പെട്ടെന്നായിരുന്നു എൻഗേജ്മെൻറ്റ്, കല്യാണം ഒക്കെ വേഗമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ടൈമില്ല. അങ്ങനെ പോയി ഗോൾഡ് ഒക്കെ എടുത്ത് വന്നു. അന്നും എനിക്ക് തീരെ വയ്യ. അപ്പം എൻ്റെ ഹസ്ബൻഡ് ചോദിക്കണ്ടേ എന്താ പറ്റിയത്, എന്താ ഹോസ്പിറ്റലിൽ പോകണത്. അപ്പം ഞാൻ അത്ര വലിയ കാര്യമായിട്ട് കൊടുത്തില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ കല്യാണത്തിൻ്റെ ഓട്ടം. ആ ഒരു ടൈമിലൊക്കെ എനിക്ക് തലവേദന ഉണ്ട്, പക്ഷെ ഞാനത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞു.
കല്യാണം കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് ഒരു 2 മന്തിനുള്ളിൽ പ്രഗ്നൻ്റ് ഒക്കെ. അപ്പോൾ എൻ്റെ പ്രഗ്നൻസി ടൈമിലും എനിക്ക് അങ്ങനെ വലിയ തലവേദന കാര്യങ്ങളില്ല, കാരണം അധികമില്ല, കാരണം ഞാൻ ഫുൾ റെസ്റ്റ് ആയിരുന്നു. എനിക്ക് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഡെലിവറിയിൽ. അപ്പം എൻ്റെ ആ ഒരു ഡെലിവറി പീരീഡിൽ എനിക്ക് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ റെസ്റ്റായിരുന്നു കുറേ നാൾ എനിക്ക്. അപ്പോൾ അത് കാരണം എനിക്ക് ഫുള്ള് റെസ്റ്റ്, കറക്റ്റ് ടൈമിന് ഫുഡ് കഴിക്കുക, റെസ്റ്റ് ചെയ്യുക, ഉറക്കം സീനില്ല, അതൊന്നും പ്രശ്നം. അപ്പോൾ എനിക്കറിയില്ല കേട്ടോ ഈ മൈഗ്രെയിൻ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ നല്ലപോലെ പോയ കാരണം എനിക്ക് ആ ഒരു ടൈമിൽ പ്രശ്നം ഉണ്ടായില്ല. പിന്നെ ആഫ്റ്റർ ഡെലിവറി, ബിഫോർ ഡെലിവറി എനിക്ക് വലിയ ഞാൻ പറഞ്ഞില്ല, റെസ്റ്റ് എടുത്താലും വലിയ കുഴപ്പമില്ല. ആഫ്റ്റർ ഡെലിവറി എനിക്ക് പിന്നെയും മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. അതായത് ഉറക്കമില്ല, ബേബീനെ നോക്കണം, ഉറക്കം ഒളിക്കണ്, അവനെ ഫീഡ് കഴിക്കാൻ 1 hour കൂടി കഴിക്കണ്. അപ്പോൾ എൻ്റെ ഉറക്കം സീനാവണ്. അപ്പോൾ എനിക്ക് വീണ്ടും വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷെ ഫുഡൊക്കെ ഞാൻ മര്യാദയ്ക്ക് കഴിച്ചിരുന്നു, ഉറക്കം സീനായി. പിന്നെ എനിക്ക് ഒട്ടും പറ്റാണ്ടായി തുടങ്ങി ഡെലിവറി കഴിഞ്ഞ സമയത്ത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ഡോക്ടറിനെ കണ്ടു. ഇവിടെ ബിലീവേഴ്സ് എന്നൊക്കെ ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പം അവിടെ പോയിട്ട് ഞാൻ ഡോക്ടറിനെ കണ്ടു. വിനീത് എന്നിട്ട് ഡോക്ടറാണ് ഞാൻ കണ്ടത്. അപ്പം ഡോക്ടർ പറഞ്ഞു, ഡോക്ടർക്ക് അപ്പം തന്നെ കാര്യം മനസ്സിലായി. അതായത് തലവേദന ഇങ്ങനെയാണ്, ഈ ഒരു സൈഡിലാണ് കണ്ണും വേദന ഉണ്ടെന്ന്. അപ്പോൾ ഡോക്ടർക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മൈഗ്രെയിൻ ആണെന്ന് പറഞ്ഞു. ഇപ്പം കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ട്. പണ്ട് ഇതിന് എന്താ പറയുക, ചിന്നിക്കുത്ത് അങ്ങനെയൊക്കെ പറയും. പണ്ടുള്ളവർക്കൊക്കെ ഉണ്ടായിരുന്നു, വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ വീട്ടിൽ അച്ചമ്മയുണ്ട്, അബേട്ടൻ്റെ അച്ചമ്മയുണ്ട്. അച്ചമ്മയ്ക്കും പണ്ട് ഇങ്ങനെ വന്നപ്പം കുറേ ഒറ്റമൂലിയൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മടിയായിരുന്നൊന്നും ട്രൈ ചെയ്തിരുന്നില്ല. പിന്നെ ഡോക്ടറെ കണ്ടപ്പം ഡോക്ടർ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കധികം മെഡിസിൻ എടുക്കാൻ പറ്റില്ല, കാരണം വാവിക്ക് ഫീഡ് കഴിക്കുന്ന കാരണം അധികം മെഡിസിനൊന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ വന്നപ്പോൾ എനിക്ക് എൻ്റെ ബുദ്ധിമുട്ടുകൾ അങ്ങോട്ട് പറയാണ്ട് തന്നെ ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞു. അതായത് മൈഗ്രെയിൻ വന്നാലുള്ള പ്രശ്നങ്ങൾ, അതായത് ഉറക്കം നേരം വൈകി കിടക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെവിടേക്കെങ്കിലും ഉറക്കം സീനായി കഴിഞ്ഞാൽ മൈഗ്രെയിൻ എന്തായാലും ഉണ്ടാവും. അതിൻ്റെ സിംറ്റംസ് ആണ് കേട്ടോ പറയുന്നത്. പിന്നെ എന്താ പറയുക, ഫുഡ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ രാവിലെ കഴിക്കേണ്ട ഫുഡ് ഉച്ചയ്ക്ക് കഴിച്ച് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. അങ്ങനെ എനിക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഡോക്ടർ ഇങ്ങോട്ട് എൻ്റെ അടുത്ത്, ഞാൻ അങ്ങോട്ട് പറയാണ്ട് ഇങ്ങോട്ട് തന്നെ പറഞ്ഞു. അപ്പം കൺഫേം ആയത് മൈഗ്രെയിൻ ആണ്. പിന്നെ ഡോക്ടർ എനിക്ക് മെഡിസിനൊന്നും എഴുതുന്നില്ല, കാരണം എനിക്ക് ഫീഡിങ് ഉള്ള കാരണം മെഡിസിനൊന്നും എഴുതുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, എന്തെങ്കിലും ആവട്ടെ, അഡ്ജസ്റ്റ് ചെയ്ത് പോവാം, പെയിൻ വരുമ്പോൾ എന്തെങ്കിലും മരുന്ന് എന്തെങ്കിലും ഡോക്ടർ തന്നെ കഴിക്കാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം, ആദ്യം ഞാൻ ആ ഡോക്ടറിനെ ശരിക്കും കൺസൾട്ട് ചെയ്തത് എൻ്റെ ഇതിനൊരു വേണ്ടിയിട്ട്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് മറ്റേ സീ ഫുഡ് ഒഴിവാക്കണം, അതേപോലെ തന്നെ പെപ്സി, കോള അങ്ങനത്തെ സംഭവങ്ങൾ ഒഴിവാക്കണം, പിന്നെ ചോക്ലേറ്റ് ഒഴിവാക്കണം, പിന്നെ കോഫി ഒഴിവാക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ ഫിഷ് കഴിക്കാത്ത ഒരാളാണ്, കഴിച്ചിരുന്നേ ഇല്ല, എനിക്കിഷ്ടമല്ല. പിന്നെ മാരേജിന് ശേഷം എൻ്റെ ഹസ്ബൻഡും അവിടുത്തെ ഹസ്ബൻഡിൻ്റെ അച്ഛനും എല്ലാവരും എന്നെ വഴക്കൊക്കെ പറയുന്നത്, നീ അത് കഴിക്കണം, നിൻ്റെ ശരീരത്തിന് അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ വലിയ പിന്നെ ചെറിയ മീനൊക്കെ എന്നെ കഴിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ എന്നാലും എനിക്കിഷ്ടമില്ല, ഞാൻ കഴിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പറയുകയും ചെയ്തു, ഞാൻ അങ്ങനെ സീ ഫുഡൊന്നും അങ്ങനെ കഴിക്കില്ല. സീ ഫുഡ് കഴിക്കും, എനിക്ക് സീ ഫുഡ് ഇഷ്ടമുള്ളത് ഏതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോൺസ് ഇഷ്ടമാണ്, അതുപോലെ തന്നെ ക്രാബ്, കക്ക, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ കഴിക്കും. അല്ലാണ്ട് സീ ഫുഡ് ഐറ്റംസ് ഞാൻ ഇങ്ങനെ അയില, ചാള അങ്ങനത്തെ ഒന്നും കഴിക്കാത്ത ഒരാളായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ അടുത്ത് ഒട്ടും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അയിലയാണ്, പക്ഷെ ഞാനത് കഴിച്ചിരുന്നില്ല. പിന്നെ കോഫി കുടിക്കുന്നത്, ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഡിറ്റ് ചെയ്യുന്ന എനിക്ക് കോഫി നിർബന്ധമാണ്. ചിലവരങ്ങനെയാണ്, ഞാൻ മാത്രമല്ല ഒട്ടുമിക്ക ആളുകൾക്കും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ബ്ലാക്ക് ടീ, അതുപോലെ തന്നെ കോഫി, ഇതൊക്കെ കഴിക്കണം. അപ്പം ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും രാവിലെ എണീക്കുമ്പോൾ തന്നെ കാപ്പി കുടിക്കും, കട്ടൻ കാപ്പി കുടിക്കും. അന്നത്തെ ദിവസം അത് കുടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ഒരു ഉഷാറുണ്ടാവില്ല. എൻ്റെ ഫാമിലിയിലൊക്കെ അങ്ങനെയാണ് കേട്ടോ. അതായത് എൻ്റെ വീട്ടിലൊക്കെ അമ്മ, അച്ഛൻ, ചേട്ടൻ രാവിലെ എല്ലാവരും കാപ്പി കുടിക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമിൽ നമ്മൾ എന്താ പറയുക, പാൽ ചായ കുടിക്കും, അങ്ങനെയാണ്. അപ്പം കോഫി ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് കോഫിയെ ഒഴിവാക്കി, അതുപോലെ തന്നെ പെപ്സി, കോള, ഇവയൊക്കെ സാധനങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കി. പക്ഷേ എന്നിട്ടും ഞാൻ ഈ ഡോക്ടർ പറഞ്ഞ പോലെ എല്ലാം ഒഴിവാക്കിയിട്ടും എനിക്ക് മൈഗ്രെയിൻ വന്നുകൊണ്ടേയിരുന്നു. എല്ലാ ആഴ്ചയിലും വന്നുകൊണ്ടിരുന്നു. വോമിറ്റിങ് ഭയങ്കര സീനായി. എനിക്ക് കൊച്ചിനെ പോലും നോക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയി തുടങ്ങി. ഇപ്പോൾ ഹസ്ബൻഡ് എന്താ പറയുക, കല്യാണത്തിന് മുമ്പ് പുറത്തായിരുന്നു, ഒമാനിലായിരുന്നു. പിന്നെ ആഫ്റ്റർ മാരേജ് എന്താ പറയുക, കൊറോണ കാരണം ആൾക്ക് പിന്നെ പോകാൻ പറ്റില്ല. പിന്നെ പെട്ടെന്ന് തന്നെ ബേബിയൊക്കെ ആയപ്പം ഹസ്ബൻഡ് പിന്നെ പോയില്ല. ഒരു നാട്ടിലൊരു അബാം എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പിൻ്റെ ഒരു സ്ഥലത്ത് അവിടെ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്തു, അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാനിവിടെ കൊച്ചിനെ വെച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് തലവേദന വരുമ്പോൾ ഞാൻ ഹസ്ബൻഡിനെ വിളിക്കും. അപ്പോൾ ചേട്ടൻ വന്ന് വേഗം ഹോസ്പിറ്റലുണ്ടോ, അങ്ങനെയൊക്കെ ഭയങ്കര സീനായി. പിന്നെ മെഡിസിൻ അധികം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെൻ്റെ ലൈഫിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൈഗ്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഒന്നും പറ്റുന്നില്ല, കൊച്ചിൻ്റെ കാര്യം നോക്കാൻ പറ്റുന്നില്ല, എല്ലാവരോടും ദേഷ്യം. പിന്നെ അതുപോലെ തന്നെ വിളിച്ചടിക്കുമ്പോൾ പ്രശ്നം. ഈ മൈഗ്രെയിൻ വരുമ്പോൾ സൗണ്ട് കേൾക്കാൻ പറ്റില്ല, എല്ലാവരോടും ദേഷ്യമൊക്കെ ആയപ്പോൾ എനിക്ക് ആകെ മെൻ്റലി ഞാൻ ഡൗൺ ആയി പോവാണ്. പിന്നെ എന്നിട്ട് പിന്നെ എനിക്ക് പിന്നെ അത് കഴിഞ്ഞ്
കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരുന്നു. പിന്നെ ഇവന് ഫീഡിങ് ഉള്ള കാരണം കൊണ്ട് ഇവൻ 3 വയസ്സ് വരെ പാല് കുടിച്ച്, എൻ്റെ മോൻ പാല് കുടിച്ചിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് ഉറക്കം സീനായിട്ട് ഭയങ്കര സീനായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഡോക്ടറിനെ ഞാനിങ്ങനെ മാറണില്ല എന്ന് പറഞ്ഞ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ന്യൂറോനെ കാണിക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ കാണിച്ചില്ല. കാരണം ഞാനപ്പോൾ വിചാരിച്ചു ഞാൻ ഈ മരുന്ന് കഴിച്ചിട്ടൊന്നും ഇത് മാറുന്നില്ല, പിന്നെ ഞാൻ എന്തിന് ഇനി വേറെ ഡോക്ടേഴ്സിനെ കാണിക്കണം, എനിക്ക് ഇത്രയും നാളും മരുന്ന് കഴിച്ചിട്ട് മാറിയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഡോക്ടറിനെ കാണാൻ പോവാൻ നിർത്തി. അതായത് ഡോക്ടറിനെ കാണാൻ ഞാൻ പോവാണ്ടായി. മൈഗ്രെയിൻ വരുമ്പോൾ ടാബ്ലറ്റ് എടുത്ത് കഴിക്കും, അങ്ങനെയായി. ഫീഡിങ് ഒക്കെ നിർത്തിയപ്പോൾ പിന്നെ എനിക്ക് ടാബ്ലറ്റ് കഴിക്കാമല്ലോ. അപ്പം ഞാൻ പാരസിറ്റമോൾ അല്ലെങ്കിൽ ട്രൈമോൾ എടുത്ത് കഴിക്കും, എനിക്ക് വേദന വരുമ്പോൾ അതപ്പം മാറും. വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും. അപ്പം ഞാൻ അങ്ങനെ എടുത്ത് കഴിച്ച് പിന്നെ എല്ലാവരും എന്നെ ചീത്ത പറയാൻ തുടങ്ങി. നീ വെറുതെ മൈഗ്രെയിൻ വരും, തലവേദന വരുമ്പോൾ അപ്പം തന്നെ പാരസിറ്റമോൾ എടുത്ത് കഴിക്കല്ലേ അല്ലെങ്കിൽ ട്രൈമോൾ കഴിക്കില്ല, അത് നിൻ്റെ ലൈഫിൽ അത് വലിയ പ്രശ്നമാവും. കാരണം വെറുതെ ഗുളിക കഴിച്ചുകൊണ്ട് അത് അത്ര നല്ല കാര്യമല്ലല്ലോ. അങ്ങനെ എന്നെ അവർ വഴക്ക് പറയാൻ തുടങ്ങി. അമ്മ, വീട്ടിൽ അച്ഛൻ, ചേട്ടൻ എല്ലാവരും, എൻ്റെ ഹസ്ബൻഡ് എല്ലാവരും ചീത്ത പറയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എനിക്ക് ഒരു ദിവസം പിന്നെ ഭയങ്കര സീനായി വന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, വീടിൻ്റെ അടുത്ത് ഹോമിയോ ഡോക്ടർ ഉണ്ട്, വീടിൻ്റെ അടുത്ത് തന്നെ, സുസ്മി എന്നാണ് ഡോക്ടറുടെ പേര്. അപ്പം ഞാൻ ഡോക്ടറിനെ കാണാൻ പോയി. അപ്പോൾ ഡോക്ടറും ഇതന്നെ പറഞ്ഞു, അതായത് ഉറക്കം കറക്റ്റായിട്ട് പോകണം, ഉറക്കം വേണം, നന്നായിട്ട് ഉറങ്ങണം, ലേറ്റായിട്ട് ഉറങ്ങരുത്, ഫുഡ് സ്കിപ്പ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഡോക്ടർ മരുന്നു. അപ്പോൾ ഡോക്ടറിനെ മരുന്ന് കഴിച്ചപ്പോഴും എനിക്ക് കുറച്ച് നാളത്തേക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. തലവേദന വരുമ്പോൾ ഞാൻ കഴിക്കും. അപ്പോൾ എനിക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ എൻ്റെ ലൈഫിൽ നിന്ന് ഇത് പോകണം, തലവേദന പോകണം. അതാണ് എൻ്റെ ഒരു ഇത്. കാരണം എനിക്കത് വരുമ്പോൾ പറ്റുന്നില്ല. എൻ്റെ ലൈഫിൽ ഇപ്പം മറ്റുള്ള അസുഖങ്ങളൊക്കെ എന്താ പറയുക, വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ വേഗം മാറ്റിയെടുക്കും, ഇത് മാറുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ ഡോക്ടറെ മരുന്ന് വെച്ച് പിന്നെ എനിക്ക് തലവേദന വരാൻ തുടങ്ങി. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയിട്ട് നീ ഈ മരുന്ന് കഴിക്കുക, ആ മരുന്ന് കഴിക്കുക, അവർക്ക് അത് കഴിച്ചപ്പോൾ അങ്ങനെ. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിലായാലും എന്തിലായാലും ഇങ്ങനെ ഓരോ വീഡിയോസ് കാണുമ്പോൾ അതിനകത്ത് കുറേ ഒറ്റമൂലി, പിന്നെ കുറേ ഹെയർ ഓയിൽ, അത് പറ്റി കഴിഞ്ഞാൽ മാറും, അങ്ങനെയൊക്കെ കണ്ടു തുടങ്ങി. അപ്പം ഞാൻ എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഹോമിയോ മരുന്ന് കഴിച്ചപ്പോൾ എനിക്ക് കുറഞ്ഞു. പിന്നെ ഞാൻ പറയാണ്ടായി തുടങ്ങി, വീട്ടിലൊന്നും പറയില്ല. തലവേദന വന്നു കഴിഞ്ഞാൽ വീണ്ടും അപ്പോൾ ഡോക്ടർ വന്ന ഈ ഹോമിയോ മരുന്ന് എടുത്ത് കഴിക്കും, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതും കഴിച്ചിട്ട് മാറുന്നില്ല. ഞാനപ്പോൾ അത് നിർത്തി, ആ മരുന്നും നിർത്തി, ഹോമിയോ നിർത്തി. പിന്നെ തലവേദന വരുമ്പോൾ വീട്ടിൽ എല്ലാവരോടും ദേഷ്യമായി. അതായത് ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്ട്രീമാണ്, പീക്ക് ലെവൽ എന്നൊക്കെ പറയില്ലേ, ഇതിൻ്റെ തലവേദനയുടെ പീക്ക്. അത് അനുഭവിച്ചവർക്കറിയാം. ഇപ്പോൾ കാണുന്നവരിൽ ആർക്കെങ്കിലും മൈഗ്രൈൻ ഉണ്ടെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും എൻ്റെ അവസ്ഥ. പറയുന്നവരെന്നാ തലവേദന അല്ലേ, അത് വന്നു കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് മൊത്തത്തിൽ പ്രാന്ത് പിടിക്കും, കരയും ഞാൻ ചില സമയത്ത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നാൾ ഇങ്ങനെ പോയി. പിന്നെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെ കുട്ടി ആയുർവേദത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു അവിടെ ഒരു 7 days ചികിത്സയുണ്ട്, അവിടെ വന്നു കഴിഞ്ഞാൽ മാറുന്നുണ്ട്, അവിടെ വായുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് കൊച്ചിനെയും കൊണ്ട് ഒരു 7 days, പിന്നെ ഹസ്ബൻഡും നാട്ടിലില്ല, പിന്നെ ചേട്ടൻ തിരിച്ച് ദുബായിലോട്ട് പോയി, ഹസ്ബൻഡും നാട്ടിലില്ല, പിന്നെ വീട്ടിലാണെങ്കിൽ അമ്മ എല്ലാവർക്കും ജോലിയുണ്ട്. അവർ വരാമെന്ന് വെച്ചാലും കൊച്ചിൻ്റെ കാര്യം 7 ദിവസം അവിടെ നിൽക്കാമെന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ പിന്നെ ഞാൻ അവൾ അങ്ങനെ വരാൻ പറഞ്ഞു. പക്ഷെ ഞാനത് വലിയ ഇതായിട്ട് എടുത്തില്ല, മൈൻഡ് ചെയ്തില്ല. എന്നും ഈ തലവേദന വരും. പിന്നെ ഞാൻ എന്നാലും ഡോക്ടറെ പോയി കാണും, മരുന്ന് കഴിക്കും. അതായത് പിന്നെ പറ്റാണ്ടായി തുടങ്ങി. എന്താ പറയുക, തലവേദന വരുമ്പോൾ പറ്റും. അപ്പോൾ തലവേദന വരുമ്പോൾ അപ്പം തന്നെ അടുത്തുള്ളൊരു ഡോക്ടറെ പോയി കാണും, ആ ഡോക്ടർ എന്തെങ്കിലും മരുന്ന് കഴിച്ച് തരും. അതായത് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു ഇതേ. പിന്നെ ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് എനിക്ക് ഭയങ്കര വയറുവേദന, ഭയങ്കര തലവേദന ഒക്കെ വന്നു. ഹസ്ബൻഡ് വന്ന ആ ഒരു ടൈമിൽ ഞങ്ങൾ കുറച്ച് കറക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പെപ്സി, കോള, അത് ഇതൊക്കെ കുടിച്ച് ഉറക്കം ശരിയാവുന്നില്ല. പിന്നെയും വീണ്ടും എനിക്ക് തലവേദന വന്നു. പിന്നെ ഇപ്പോൾ ഒരു 2 months ആയി എനിക്കൊരു വോമിറ്റിംഗ് ടെൻഡൻസി, എവിടെ മൈഗ്രെയിൻ, കാറിൽ സഞ്ചരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒക്കെ പ്രശ്നമായി. കാറിൽ പോകാൻ പറ്റില്ല, എന്താ പറയുക, മര്യാദയ്ക്ക് ഒരു ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പം ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണെന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ചെയ്യും, എനിക്ക് മാത്രമാണ് ഇങ്ങനെ എന്താ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും എല്ലാവരും ഇതിற்கு മാത്രമല്ല ഞങ്ങൾക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, ഇപ്പോൾ ഇത് കോമൺ ആണ്, എല്ലാവർക്കും ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് കാര്യമില്ല, നമുക്കിത് മാറണ്ടേ. പിന്നെ ഹസ്ബൻഡ് വന്ന ഒരു ടൈമിൽ എനിക്ക് വീണ്ടും ഇങ്ങനെ തലവേദന വരാൻ തുടങ്ങി മീൻസ് ഉറക്കത്തിൻ്റെ പ്രശ്നമൊക്കെ ആയപ്പം എനിക്ക് തലവേദന. പിന്നെ എനിക്ക് ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു സ്മെല്ല് പറ്റില്ല, ഒരു സ്പ്രേ അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് പറ്റില്ല, ചില ഫുഡിൻ്റെ സ്മെല്ല് പറ്റില്ല, അങ്ങനെയൊക്കെ. എനിക്ക് കാറിൽ പോകാൻ പറ്റില്ല, ഒരു യാത്രയ്ക്ക് ഒരു ഫംഗ്ഷന് പോകാൻ പറ്റില്ല ഈ തലവേദന കാരണം. എനിക്ക് പേടിയാണ്, എപ്പോഴാണ് ഇത് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. വന്നു കഴിഞ്ഞാൽ വോമിറ്റിങ്, ഇത് സീൻ. അപ്പോൾ എനിക്ക് ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഞാൻ പാരസിറ്റമോൾ കൈ വയ്ക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടാബ്ലറ്റും കൈ വയ്ക്കണം, അങ്ങനത്തെ ഒരു അവസ്ഥ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ, ഞാൻ കാരണം മറ്റുള്ളവർ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതായത് എൻ്റെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, എൻ്റെ ഫാമിലി ആയിക്കോട്ടെ, എനിക്ക് ഞാൻ കാരണം കൊച്ചിൻ്റെ കാര്യം, കൊച്ചി ഇനിയിപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങി, അപ്പോഴത്തേക്കൊക്കെ ഇതൊക്കെ മാറ്റിയെടുക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷെ മാറുന്നില്ല.
അപ്പം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്കിങ്ങനെ വന്നപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഞാനത് കാര്യമാക്കില്ല, ടാബ്ലറ്റ് കഴിച്ചു. പിന്നെ അമ്മാമ്മ എന്നെ ചീത്ത പറഞ്ഞു, നീ അമ്മാമ്മത് കണ്ടു ഞാൻ ടാബ്ലറ്റ് കഴിക്കുന്നത്, അമ്മാമ്മ എന്നെ ചീത്ത പറഞ്ഞു, നീ വെറുതെ ടാബ്ലറ്റ് കഴിക്കേണ്ട, നീ ഡോക്ടറെ പോയി കാണാം. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോണത് ഇഷ്ടമല്ലാണ്ടായി. അതായത് എനിക്ക് എന്തെങ്കിലും വന്ന് ഇത് മാറുന്നില്ല, അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ പോകുന്നത് ഇഷ്ടമല്ലാണ്ടായി. ഞാൻ പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ പോകില്ല. അതായത് എനിക്ക് എന്ത് അസുഖം വന്നാലും. പിന്നെ ഈ കൊച്ചുണ്ടായതിനു ശേഷം എനിക്ക് ഹോസ്പിറ്റലിൽ പോകുന്നതൊക്കെ കുറച്ച് മടിയാണ്. കാരണം അവിടെ ഏതൊക്കെ തരം രോഗമായിട്ട് ആളുകളാണ് വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് കൊച്ചിനെയും കൊണ്ട് പോകുന്നത് ഇഷ്ടമല്ലാണ്ടായി. അവൻ്റെ ഒരു കാര്യത്തിന് ഹോസ്പിറ്റലിൽ പോവും, നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വരും, നമ്മൾ അങ്ങനെയൊക്കെ. പക്ഷേ എൻ്റെ ഒരു കാര്യത്തിന് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ എനിക്കും ഇഷ്ടമല്ലാണ്ടായി തുടങ്ങി. ഹോസ്പിറ്റലിൽ എന്ത് അസുഖം വന്നാലും പിന്നെ പോകാണ്ടായി തുടങ്ങി. അങ്ങനെ പിന്നെ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ടാണ് ഗുളിക മേടിക്കുക. ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ വാങ്ങിച്ച് കഴിക്കാൻ പാടില്ല. പിന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് തലവേദന വന്നു. കുറച്ച് ദിവസമായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ഒട്ടും ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഏത് ഫുഡ് കണ്ടാലും ഒരു വോമിറ്റിംഗ് ടെൻഡൻസി. അങ്ങനെ പിന്നെ ഹസ്ബൻഡ് വന്ന് പോയായിരുന്നു. എല്ലാവരും വിചാരിച്ചു ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് വിചാരിച്ചു. അതായാലും വലിയ വിറ്റായി. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് വോമിറ്റിംഗ് ടെൻഡൻസി. അപ്പം എൻ്റെ ഹസ്ബൻഡിനെ അറിയാം എനിക്ക് തലവേദന ആരാണ് വോമിറ്റിംഗ് ടെൻഡൻസി. അപ്പം വീട്ടിലൊക്കെ പറഞ്ഞു, നീ പ്രഗ്നൻ്റ് അങ്ങനെയാണോ, ടെസ്റ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പം എനിക്ക് ചിരിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ വന്നത്. ഞങ്ങൾക്കറിയാം ഞാൻ പ്രഗ്നൻ്റ് അല്ലാന്ന്. അപ്പം എനിക്കറിയാം ഇത് കാരണമാണെന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്നിട്ട് കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് സീനായി. വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം അച്ഛൻ ജോലിക്ക്, അമ്മ എല്ലാവരും പോയി പുറത്ത് പോയി. കാരണം ആരുണ്ട്, ഞാനും കൊച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വിധം കണക്കിന് കൊച്ചിന് ഫുഡ് പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. എനിക്ക് കിടന്ന എടുപ്പം. അങ്ങനെ ഞാൻ അമ്മേനെ വിളിച്ചു. അമ്മ വേഗം വരാം. അമ്മയ്ക്ക് അപ്പോൾ പെട്ടെന്ന് വരാൻ പറ്റില്ല, അമ്മ ഒരു സ്ഥലത്തായിരുന്നു. അച്ഛൻ ജോലിക്ക് പോയിക്കായിരുന്നു. അച്ഛൻ എന്നിട്ട് അച്ഛൻ്റെ ഫ്രണ്ട്സിനെ അത് ഏൽപ്പിച്ചിട്ട് അച്ഛൻ വേഗം അവിടെ നിന്ന് വന്നു. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ ഫുൾ ഛർദി, ഒന്നും കഴിച്ചിട്ടില്ല, പക്ഷെ എന്നാലും ഛർദി, വെറുതെ വെള്ളം ഇങ്ങനെ വെള്ളം പോലെ, പിന്നെ ഒന്നും ഇല്ലാണ്ടായി ഛർദിക്കാൻ. തൊണ്ടയൊക്കെ പൊട്ടി തന്നെ പറയാം. ഭയങ്കര ഒരു അവസ്ഥ, ഛർദി ഒരുമാതിരി അവസ്ഥ. എന്നിട്ട് പിന്നെ അച്ഛൻ വന്നു. തലവേദന സഹിക്കാൻ പറ്റില്ല, തല പൊക്കണില്ല. എൻ്റെ അമ്മാമ്മൻ്റെ മടിയിൽ കിടക്കായിരുന്നു, എനിക്ക് എണീക്കാൻ പറ്റാണ്. അങ്ങനെ അച്ഛൻ വന്നു എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിലല്ല, ഡോക്ടറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ ഡോക്ടറുടെ വീട്ടിൽ കൊണ്ടുപോയപ്പം ഡോക്ടർ പറഞ്ഞു, ഞാൻ ഡോക്ടറിനോട് കാര്യങ്ങൾ പറഞ്ഞു. ഡോക്ടർ എനിക്ക് കുറേ നാൾ, വേറെ ഡോക്ടറാണ് കണ്ടത്, ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ ഞാൻ കണ്ടത്. ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ എനിക്ക് കുറേ നാളായിട്ട് ഈ മൈഗ്രെയിൻ ഉണ്ട്, എനിക്ക് മാറുന്നില്ല, ഞാൻ പല മരുന്നും കഴിച്ചു, എനിക്ക് മാറുന്നില്ല, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, സങ്കടമായിട്ടോ, കാരണം കുറേ നാളായിട്ട് ഇത് മാറുന്നില്ലല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, തലവേദന വരാൻ നമ്മൾ എന്താ പറയുക, ഡോക്ടർ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫ്, അതായത് നമ്മളുടെ ആ ഒരു ലൈഫ് നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ലൈഫ് കൊണ്ടുപോകണം, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ തലവേദന രോഗങ്ങളൊക്കെ വരിക. ചിലപ്പോൾ ഫുഡ് കഴിക്കാത്തതിൻ്റെ, ഉറങ്ങാത്തതിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പിന്നെ എനിക്ക് വോമിറ്റിംഗ് ഉണ്ടല്ലോ. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, കുറച്ച് നാൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണ്ട, വീട്ടിൽ ഇങ്ങനെ പുറത്തുനിന്ന് ഞാൻ ഹോമിലത്തെ ഫുഡ് മാത്രം കഴിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം വീട്ടിലെ ഫുഡാണ്. ഇപ്പോൾ പുറത്തുണ്ടാക്കുന്നതൊക്കെ കൂടുതൽ എനിക്ക് എൻ്റെ അമ്മ അല്ലെങ്കിൽ ഞാൻ വെക്കണ ഫുഡാണ് ഇഷ്ടം. പുറത്തുനിന്ന് ഫുഡ് അങ്ങനെ വല്ലപ്പോഴൊക്കെ കഴിക്കുള്ളൂ, അല്ലാണ്ട് എപ്പോഴും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ഒരാളല്ല. എനിക്ക് മോസ്റ്റ്ലി ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് കഴിക്കുക. പിന്നെ എന്തെങ്കിലും സ്നാക്സ് എന്താ പറയുക, ചായക്ക് പലഹാരം അങ്ങനെ എന്തെങ്കിലും വീട്ടിലമ്മ ഉണ്ടാക്കും പലഹാരമൊക്കെ, നമ്മൾ അതങ്ങനെ കഴിക്കുന്ന ഇതാണ്. പുറത്തുനിന്ന് അങ്ങനെ കഴിക്കില്ല. പിന്നെ വറവ് സാധനങ്ങളും ഞാൻ അങ്ങനെ കഴിക്കില്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞു ഡോക്ടറിൻ്റെ അടുത്ത് കുറച്ച് നാളത്തേക്ക്. എന്നിട്ട് പിന്നെ ഒരു ടെസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്, ആ ടെസ്റ്റ് ചെയ്യണം. ആ ടെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് നോക്കിയിട്ട് നമുക്ക് പിന്നെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു, എനിക്ക് മരുന്ന് കഴിച്ചുകൊണ്ടായില്ല, എനിക്ക് മൊത്തത്തിൽ എൻ്റെ തലവേദന മാറണം, എനിക്കിത് എൻ്റെ ലൈഫിൽ വരാൻ പാടില്ല എന്നുള്ളൊരു ഇതായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ടെസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്, ആ ടെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം, പിന്നെ തലവേദന വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. പിന്നെ എൻ്റെ അടുത്ത് കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ആക്ച്വലി ഞാൻ കണ്ണ് ടെസ്റ്റ് എന്താ പറയുക, ഞാൻ ആദ്യം കണ്ട ഡോക്ടർ എന്ന് പറയുന്നത് വിനീത് ഡോക്ടർ കണ്ടപ്പം വിനീത് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ. ഞാൻ കണ്ണ് ടെസ്റ്റ് ചെയ്തതായിരുന്നു, പക്ഷേ നേത്രയിൽ പോയിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്തു. നമ്മുടെ ഇവിടെ മാളയിൽ നേത്രയുണ്ട്, നേത്രയിൽ പോയി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കണ്ണിന് ഒരു പ്രശ്നമില്ല. ഞാൻ അധികം ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണ്, അതായത് നൈറ്റ് ഹസ്ബൻഡ് വിളിക്കുമ്പോൾ ഇച്ചിരി ലേറ്റായി കിടക്കും എന്നല്ലാണ്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആളൊന്നുമല്ല ഞാൻ. അത്യാവശ്യം എനിക്ക് തോന്നുമ്പോൾ ഇച്ചിരി നേരം റെസ്റ്റൊക്കെ എടുക്കുമ്പോൾ, ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുമ്പോൾ ഫോൺ നോക്കുന്ന, അല്ലെങ്കിൽ എപ്പോൾ നോക്കിയാലും ഫോൺ നോക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പം അങ്ങനത്തെ പ്രശ്നമില്ല. പിന്നെ ഉറക്കത്തിൻ്റെ പ്രശ്നം പറഞ്ഞു. പിന്നെ കുറച്ച് നാൾ കണ്ണിൽ ഞാൻ തുള്ളി മരുന്നൊക്കെ ഒഴിച്ച് നോക്കി, എന്നിട്ട് മാറുന്നു, കണ്ണിൻ്റെ പ്രശ്നമില്ല. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഡോക്ടർ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒന്നും കൂടി കണ്ണ് ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് നമുക്കൊന്നും കൂടി നോക്കാം,
എനിക്ക് കാഴ്ചയ്ക്ക് പ്രശ്നമൊന്നുമില്ല, ലോങ് സൈറ്റോ ഷോർട്ട് സൈറ്റോ ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. അപ്പം ഇനി ഒന്നും കൂടി, അപ്പോൾ ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 7 days കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. കുറച്ച് ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 7 days കഴിഞ്ഞിട്ട് ചെന്നിട്ട് കാര്യം പറയാൻ പറഞ്ഞു. എന്തായാലും എനിക്ക് തലവേദന വരണമെങ്കിൽ ഈ 7 daysനുള്ളിൽ വരും. പിന്നെ അതിനുള്ള ടാബ്ലറ്റ് തന്നേക്കണമെങ്കിൽ വരുമെന്ന് എനിക്കറിയില്ല. കാരണം എനിക്കൊരു ആഴ്ചയിൽ ഒരു ദിവസം തലവേദന ഉറപ്പാണ്. അങ്ങനെയായിരുന്നു ഇപ്പോൾ കുറേ ഇയേഴ്സായിട്ട്, അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഡോക്ടർ ഒന്ന് 7 days കഴിഞ്ഞിട്ട് വായോ നമുക്ക് നോക്കാം. അപ്പം ഇനിയിപ്പോൾ 7 days കഴിഞ്ഞിട്ട് പോകണം, എന്നിട്ട് എന്താണെന്ന് നോക്കണം. ടെസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്, ഒരു ടെസ്റ്റ് ചെയ്ത് ആ ടെസ്റ്റ് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ലൈഫിൽ മൈഗ്രെയിൻ വന്നിട്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ളതും. നമുക്ക് പല സമയത്തും ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു കല്യാണം വന്നു, നമുക്ക് പോകാൻ പറ്റില്ല, തലവേദന അറ്റ് പീക്ക് ലെവലിൽ നിൽക്കായിരിക്കും. അപ്പോൾ വീട്ടുകാർ പറയും വാ നമുക്ക് കല്യാണത്തിന് പോകുന്ന പറയുമ്പോൾ എനിക്ക് പറ്റില്ല. ചിലപ്പോൾ ഞാൻ അവരോട് ദേഷ്യം പറയും, എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക് തലവേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരോട് ഞാൻ ദേഷ്യം. ശരിക്കും പറഞ്ഞാൽ അവരോട് എനിക്ക് ദേഷ്യം ഉണ്ടായിട്ടല്ല, എൻ്റെ അസുഖം, അതായത് എൻ്റെ തലവേദനയാണ് എന്നെ ദേഷ്യപ്പെടുത്തുന്നത്. അപ്പം തലവേദന ഉള്ളവർക്ക് മനസ്സിലാവും എങ്ങനെയാണ് മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന്. അപ്പം ഇപ്പോൾ കുറേ പേര് കണ്ടിട്ടുണ്ട്, ഇപ്പോൾ യൂട്യൂബിലായാലും എന്തിലായാലും ഇങ്ങനെ കണ്ടിട്ടുണ്ട്, തലവേദന വന്നിട്ട് മാറി, ഞങ്ങൾ ഈ മരുന്ന് കഴിച്ചിട്ട് മാറി, ഞങ്ങൾ ഈ മരുന്ന് കഴിച്ചിട്ട് മാറി. ഞാൻ കുറേ ഹോം റെമഡീസൊക്കെ ചെയ്ത് നോക്കി. ഇപ്പം എൻ്റെ അമ്മയുടെ ഫ്രണ്ട് ഉണ്ട്, ലിസിന്നും ട്രാൻഡിന ആൻറ്റി. കഴിഞ്ഞ ദിവസം എനിക്ക് അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ കണ്ടിട്ട്. ആൻറ്റി വിളിക്കാറൊക്കെ ഉണ്ട്. അപ്പം വീഡിയോ കണ്ടപ്പോൾ ആൻറ്റി ഫേസ്ബുക്കിൽ എന്തോ കണ്ടിട്ട് ഒരു ഹോം റെമഡി, അതായത് തലവേദന വരുന്ന സമയത്ത് ഉപ്പില്ലേ നമ്മുടെ കറിയിലൊക്കെ ഇടുന്ന ഉപ്പ്, ഒരു ലേശം എടുത്തിട്ട് നാവിൻ്റെ അടിയിൽ വെച്ചിട്ട് തണുത്ത വെള്ളം കുടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ദിവസം കഴിഞ്ഞ ദിവസം തലവേദന വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തതാണ്. പക്ഷെ അതൊന്നും ചെയ്തിട്ട് ഒരു എന്താ പറയുക മാറ്റം ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ ധാരാളം വെള്ളം, ഞാൻ വെള്ളം കുടിക്കുന്ന ഒരാൾ, നന്നായിട്ട് വെള്ളം കുടിക്കും. ഇങ്ങനെ തലവേദന വരുമ്പോൾ വെള്ളം കുടിച്ചാൽ മാറുന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ തലവേദന വന്നിട്ടുള്ള ആളുകൾ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം നിങ്ങൾ എങ്ങനെയാണ് മാറിയെന്ന്. എനിക്കിത് മാറ്റിയെടുത്തേ പറ്റൂ. കാരണം ഇപ്പം ചുഞ്ചുരു എൻ്റെ മോൻ ഇപ്പോൾ സ്കൂളിൽ ചേർത്തു. ഞാൻ ഇത്രയും നാളും ഞാൻ ജോലിക്കോ അല്ലെങ്കിൽ പഠിക്കാനോ പോകാണ്ടിരുന്നത് അവൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കണം. അതായത് അവൻ്റെ കാര്യങ്ങൾ ഇപ്പം അമ്മയുണ്ട് എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ്റെ കാര്യങ്ങൾ അവന് ഞാൻ തന്നെ വേണം. ഇപ്പം അമ്മ കുളിപ്പിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവൻ വേണ്ട, ഉണ്ണിയമ്മ, എന്നെ ഉണ്ണിയമ്മ എന്നാട്ടോ വിളിക്കുന്നത്, ഉണ്ണിയമ്മ മതി, ഫുഡ് കയറി കൊടുക്കാന്ന് പറഞ്ഞു ഉണ്ണിയമ്മ മതി. ചില സമയങ്ങളിൽ അവനൊക്കെ ഓക്കെ. ഇപ്പം എനിക്ക് കഴിഞ്ഞ മുമ്പത്തെ മാസം എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവനെ എഴുന്നേക്കണതിന് മുമ്പ് പോയി. പക്ഷെ അവൻ വീട്ടിൽ ഇടി മേളായിരുന്നു. ഞാൻ പോയിട്ട് അവനെ എണീറ്റിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ അവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, ഉണ്ണിയമ്മ വരും, ഉണ്ണിയമ്മ ഇന്ന കാര്യത്തിന് പോയിക്കുന്നതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് അവനൊന്ന് ഒതുങ്ങിയത്. അപ്പോൾ അവൻ്റെ കാര്യത്തിന് എല്ലാത്തിനും ഞാൻ വേണം. ഇനിയിപ്പോൾ അവന് സ്കൂളിൽ ചേർത്തു. സ്കൂളിൽ ഇവിടെ ഹോളി ഗ്രേസ് അക്കാദമിയിലാണ് ചേർത്തേക്കണം. 8:45 ക്ലാസ്സിൽ പോകണം. അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കും, ദൈവമേ നേരത്തെ അവൻ്റെ കാര്യങ്ങൾ ചെയ്താലാണ് അവനെ വിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവൻ ഇനി സ്കൂളിൽ പോയിട്ട് വേണം എനിക്കൊരു ചെറിയ ജോലി നോക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ പഠിക്കാൻ. BCom കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, BCom പാസ്സാണ്. അത് കഴിഞ്ഞിട്ടായിരുന്നു മാരേജ്. അതിന് ശേഷം ഒന്നും പോകാനൊന്നും പറ്റിയിട്ടില്ല. പെട്ടെന്ന് കുട്ടി ഉണ്ടായി, പിന്നെ അവൻ്റെ കാര്യങ്ങൾ. പിന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജോലിക്ക് പോയി എനിക്ക് കുറേ പൈസ ഉണ്ട് അങ്ങനത്തെ ഒരു മൈൻഡല്ലേ. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് പണിയെടുക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അതിൽ നിന്ന് കഴിയാമെന്നുള്ളതുള്ളൂ. പക്ഷേ എന്നാലും സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടെങ്കിൽ അതൊരു വീറ്റല്ലേ. അപ്പോൾ എനിക്കൊരു ജോലിക്ക് പോകണം, അല്ലെങ്കിൽ ഇതിൽ ഇനി വീണ്ടും പഠിച്ച് ജോലിക്ക് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഈ തലവേദന ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ജോലിക്ക് പോകും? ഒരു കമ്പ്യൂട്ടർ, അതായത് ഞാനിപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഫുൾ ടൈം സിസ്റ്റത്തിൽ നോക്കിയിരിക്കണം. ഞാൻ എങ്ങനെ സിസ്റ്റത്തിൽ നോക്കിയിരിക്കും? അങ്ങനത്തെ ഒക്കെ ഒരു ചിന്തയാണ് എനിക്ക്. അപ്പം പെട്ടെന്ന് മാറ്റിയെടുക്കണം ഈ മൈഗ്രെയിൻ എന്ന് പറഞ്ഞൊരു അസുഖം. പിന്നെ ചുഞ്ചുരുവിനെ ഇനി അടുത്ത മാസം സ്കൂളിൽ പോകും. അവൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലിരുന്ന് പ്രാന്ത് പിടിക്കും. അപ്പോൾ എനിക്ക് എന്തായാലും ജോലിക്ക് പോയേ പറ്റൂ, എന്തെങ്കിലും ജോലി അല്ലെങ്കിൽ പഠിക്കാൻ പോയേ പറ്റൂ. ഇതുണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ല. എനിക്ക് മൊത്തത്തിൽ എൻ്റെ മൈൻഡൊക്കെ പോവും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മൈഗ്രെയിൻ കൊണ്ടുള്ളൊരു ഇത്. അപ്പോൾ എനിക്കിത് മാറ്റിയെടുക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മരുന്ന് അറിയുന്നുണ്ടെങ്കിൽ പറഞ്ഞതാ, ഞാനതൊന്ന്. പിന്നെ പലരും എൻ്റെ അടുത്ത് പറയും അവിടെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ മാറും, ഇവിടെ ഡോക്ടറെ കണ്ടാൽ മാറും എന്നൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ എനിക്കറിയാം ഞാൻ എത്ര മരുന്ന് വെച്ചിട്ടുള്ളതാ. പിന്നെ പോകാനുള്ളൊരു മടി അതുണ്ട് എനിക്ക്. ഇച്ചിരി ലോങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇച്ചിരി പോകാൻ മടി. പിന്നെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് കുറേ ദൂരെ യാത്ര ചെയ്യാൻ പറ്റില്ല. അതാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം. അപ്പോൾ ഇതിന് വലിയ തലവേദന ഒരു വില്ലനാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മൈഗ്രെയിൻ കൊണ്ടുള്ള പ്രശ്നങ്ങൾ. അപ്പം ഇത് പറയാനാണ് ഞാൻ വന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും പ്ലീസ് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മരുന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.